ഓം ശാന്തി. ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ പാൽ വിൽക്കുന്നതായിരിക്കുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി പാല് തലയിൽ വെച്ചുകൊണ്ട് ആ ഗ്രാമത്തിലെ ഒരു പാൽ അളന്നു കൊടുക്കുന്ന ഒരു സ്ഥലത്ത് വന്നു നിന്നു. സാധാരണ കൊടുക്കുന്ന സ്ഥലത്ത് ഒരുപാട് ആളുകൾ പാല് വരുമ്പോൾ ആ കുട്ടിയുടെ നിന്ന് പാല് വാങ്ങിക്കാൻ വന്നു. അവളെല്ലാവർക്കും ചോദിച്ച പാലിന് അളന്ന് കൊടുത്തുകൊണ്ടേയിരുന്നു. അങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കെ ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ പാത്രവുമായിട്ട് പാല് വാങ്ങാൻ വേണ്ടി വന്നു. ഈ കുട്ടി അവൻ്റെ പാത്രത്തിലേക്ക് അളക്കാതെ തന്നെ ആ പാത്രം നിറച്ചു കൊടുത്തു. ഈ ദൃശ്യമൊക്കെ കണ്ടുകൊണ്ട് അതിൻ്റെ കുറച്ചപ്പുറത്തായിട്ട് ഒരു വൃദ്ധനായിട്ടുള്ള ഒരാളിരിക്കുന്നായിരുന്നു. അയാളുടെ കൂടെ ഒരാളും ഇരിക്കുന്നുണ്ട്. ആ ആൾ പറയും, കണ്ട ആ പെൺകുട്ടി ചെയ്തത്, എല്ലാവർക്കും അളന്നു കൊടുത്തു, ആ പയ്യൻ വന്നപ്പോൾ നോക്ക് ആ പാത്രം നിറച്ചു കൊടുത്തു. അപ്പോൾ അയാൾ പറയും, അതിന് പറഞ്ഞിട്ട് കാര്യമില്ല, ആ കുട്ടിയെ കല്യാണം കഴിക്കാൻ പോകുന്നതാണ് ആ പയ്യൻ. അപ്പോൾ അവനോട് അവൾക്ക് അത്രയും സ്നേഹമാണ്. ആ സ്നേഹത്തിൻ്റെ സമർപ്പണമാണ് അളക്കാതെ നൽകിയ ആ പാലെന്ന്. ഇതുതന്നെയാണ് മനുഷ്യന്മാർ നമ്മുടെ ജീവിതത്തിൽ പഠിക്കേണ്ടതും. സ്നേഹം കൊടുക്കുന്ന സമയത്ത് അതിലൊരിക്കലും അളക്കാൻ പറ്റില്ല. എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ സ്നേഹത്തോടെ പെരുമാറുന്നവരോടെ സ്നേഹിക്കാവെന്ന് പറയില്ല. കുറേ ആളുകൾ, കുറേ കുട്ടികൾ, ഞാൻ ജീവിതം തുടങ്ങുന്നേക്കാൾ മുന്നേ നെവർ ഡിപ്പെൻഡ് ഓൺ എനിവൺ എന്നുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഞാൻ വിവാഹം കഴിച്ചവർക്ക് വേണ്ടി ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പോയിന്റ്. ഒരുപാട് പേരെ എന്നോട് ചോദിക്കുന്നു, അത് ആ പോയിന്റ് എന്തെന്ന് സിസ്റ്റർ എനിക്ക് പറഞ്ഞു തരുമോയെന്ന്. അതുകൊണ്ടാണ് ഇന്ന് ഈ കഥ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയാൻ ആഗ്രഹിച്ചത്. ജീവിതം ആരംഭിച്ചു കഴിഞ്ഞു, മാരീഡായി മുന്നോട്ട് പോകുമ്പോൾ ഒരിക്കലും അതൊന്ന് മാറാനേ പാടില്ല എന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. അത് അന്ധവിശ്വാസമായി പോകും. ഒരിക്കലും മാറാൻ പാടില്ല എന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ച് കഷ്ടപ്പാടാണ്, അതുകൊണ്ട് ഞാൻ ഇവരെ വിട്ടു പോട്ടെ എന്ന് നിങ്ങൾ ചോദിക്കരുത്. അന്ന് അവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്നറിയോ? നിങ്ങൾക്കറിയോ, നമ്മുടെ ജീവിതത്തിൽ ഈ യാത്രയിൽ കർമ്മം എന്ന ഒരു കയറുകൊണ്ട് കെട്ടപ്പെട്ടിട്ടാണ് ഒരാളുമായുള്ള ജീവിതത്തിലേക്ക് നമ്മൾ കാല് വെച്ച് പോകുന്നത്, അഥവാ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ വലിച്ചിഴക്കപ്പെടുന്നത്. നിങ്ങൾ ഒരു സ്ഥലത്ത് എനിക്കിവിടെ വളരെ മോശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളത് ക്ലോസ് ചെയ്യുമ്പോൾ ആ ബാഗ് അടയ്ക്കുന്ന അവസാന സിബിന് മുന്നേ അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് കർമ്മക്കണക്ക് വന്ന് കയറിയിരിക്കും. ഒരു സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ ആ സിബ് അങ്ങ് തുറക്കുമ്പോൾ ആദ്യം പുറത്ത് ചാടുന്ന ആ കർമ്മക്കണക്കായിരിക്കും. അതുകൊണ്ട് കർമ്മക്കണക്കിനെ ക്ലോസ് ചെയ്യാനുള്ള വഴി എന്തെന്ന് നിങ്ങൾ മാക്സിമം നോക്കൂ. അത് പറയുമ്പോൾ ഞാൻ എടുത്തു പറയുകയാണ്, സപ്പോസ് നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളെ ഉപദ്രവിക്കുന്ന ആളാണ്, ചതിക്കുന്ന ആളാണ്, മറ്റു പല റിലേഷൻസിലും പോയിക്കൊണ്ട് നിങ്ങളെ ചതിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. തെറ്റല്ലേ? 150%. ഞാനതിനെ നഖശിഖാന്തം എതിർക്കുന്ന കൂട്ടത്തിൽ തന്നെയാണ്. തൻ്റെ ഭാര്യമാരെ ചതിക്കുന്ന ഭർത്താക്കന്മാർ തീർച്ചയായിട്ടും മോശമാണ്. ഭർത്താവിനെ ചതിക്കുന്ന ഭാര്യ മോശം തന്നെയാണ്. അവർക്കെല്ലാം അവരുടെ കർമ്മത്തിൻ്റെ അക്കൗണ്ട് വളരെ വലിയ മോശമായ രീതിയിൽ വെച്ചിട്ടും ഉണ്ടായിരിക്കും, ഒരു സംശയവുമില്ല. പക്ഷെ ഒരു കാര്യം പറഞ്ഞു തരട്ടെ, ഈ ആത്മാവായിട്ടുള്ള കർമ്മത്തിൻ്റെ കണക്ക് നിങ്ങൾക്ക് തീർക്കാൻ കഴിയുമെങ്കിൽ വീണ്ടും ഒരു സന്തോഷകരമായിട്ടുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. അതിനുള്ള ചാൻസും നിങ്ങൾക്കുണ്ട്. എന്തുകൊണ്ട് മുറിച്ച് മാറ്റും മുന്നേ ചികിത്സിച്ച് മാറ്റാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കിക്കൂടെ? ക്യാൻസർ രോഗം പോലും ഡോക്ടർമാർ മുറിച്ച് മാറ്റും മുന്നേ ചികിത്സിച്ച് മാറ്റാൻ പറ്റുമെന്നല്ലേ ആദ്യം നോക്കുക. എന്നിട്ട് ചികിത്സിച്ച് മാറ്റാൻ പറ്റാത്തത്രയായെങ്കിൽ മുറിച്ചു മാറ്റും, ഇല്ലെങ്കിൽ ആദ്യം മരുന്ന് കൊടുത്ത് നോക്കും. പറ്റുന്നില്ലെങ്കിലല്ലേ നമ്മൾ മുറിച്ചു മാറ്റുന്നത്. അതുപോലെ ജീവിതത്തിൽ ഇത്തരം ക്യാൻസറുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ ആ ക്യാൻസറിനെ മുറിച്ചു മാറ്റുമോന്നൊന്ന് ചികിത്സിച്ച് മാറ്റാൻ നോക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഹൗ ടു സെറ്റിൽ നെഗറ്റീവ് അക്കൗണ്ട്സ് എന്നുള്ള വീഡിയോ BK ഷീബയിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ വീഡിയോൻ്റെ അവസാനത്തിൽ അതിന് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്തരം സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവരാരും, ഇനി അത് ഹസ്ബൻഡിൻ്റെ അടുത്ത് നിന്നാണെങ്കിലും ഭാര്യയുടെ അടുത്ത് നിന്നാണെങ്കിലും മക്കളുടെ അടുത്ത് നിന്നാണെങ്കിലും ഇൻലോസ് ആയിരിക്കുന്ന മറ്റാരുടെ അടുത്ത് നിന്നാണെങ്കിലും നിങ്ങളുടെ സുഹൃത്തിൻ്റെ അടുത്ത് നിന്നാണെങ്കിലും ഓഫീസിലാണെങ്കിലും എവിടെയും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമുലയാണ് ഹൗ ടു സെറ്റിൽ നെഗറ്റീവ് അക്കൗണ്ട്സ് ഉള്ള വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ വീഡിയോ കണ്ടു നോക്കണം. അതിൽ നമുക്ക് ക്ഷമാപണത്തിനൊരു വിധിയിലൂടെ മുജ്ജന്മത്തിൽ എന്തെങ്കിലും നമ്മൾ പാപകർമ്മങ്ങൾ ചെയ്തു പോയതിൻ്റെ ഫലമായിട്ടാണ് ഈ ജന്മത്തിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻസ് നമ്മൾ കുരുങ്ങിപ്പോകുന്നത്. അതിനെ അതിജീവിക്കാൻ വേണ്ടിക്കൊണ്ട് എങ്ങനെ ക്ഷമാപണത്തിൻ്റെ രീതിയിലൂടെ ആ ആത്മാക്കളുള്ള നമ്മളുള്ളതായിരിക്കുന്ന കാർമിക് അക്കൗണ്ട് സെറ്റിൽ ചെയ്യാനും, അതിലൂടെ ഒരുപാട് പേരുടെ ജീവിതം ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള പ്രാർത്ഥനയിലൂടെ അമ്മായിയമ്മയും മരുമകളും തമ്മിൽ ഇത്രയും സംഘർഷം എന്ന് വെച്ചാൽ ആ മരുമകൾ ആ വീട്ടിൽ വെച്ച് പൊറിപ്പിക്കില്ല എന്ന് പറഞ്ഞ പോലെയായിരുന്നു ആ അമ്മായിയമ്മയുടെ പെരുമാറ്റം. പക്ഷേ ഇത് ഒരു 21 ദിവസം കഴിയുമ്പോഴത്തേക്കും ആ അമ്മായിമ്മ എന്തൊക്കെ ഞാൻ നിന്നോട് ചെയ്തു പോയല്ലോ മോളെ, നീ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു. എവിടെ നിന്നാണ് ആ മാറ്റുന്ന അവർക്ക് അറിയില്ല. ഇത് പ്രത്യേകിച്ചും ചെയ്യേണ്ടത് ഏർലി മോർണിംഗ് അവേഴ്സിലാണ്. നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ആ സമയത്ത് എഴുന്നേൽക്കെങ്കിലും എല്ലാവരും എഴുന്നേൽക്കാറില്ലല്ലോ. നോർമലി 4 മണി സമയമൊക്കെ സാധാരണ മനുഷ്യന്മാർക്ക് നല്ല ഉറക്കം കിട്ടുന്ന നേരമാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? 4 മണിക്ക് എഴുന്നേറ്റ് ബ്രഹ്മ മുഹൂർത്തത്തിൽ മെഡിറ്റേഷന് ശേഷം ഈ മെഡിറ്റേഷന് പ്രയോഗം ചെയ്യുക. അവർ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അവരുടെ ബോധ മനസ്സ് ഉറങ്ങിക്കിടക്കുകയായിരിക്കും.
ഉപബോധ മനസ്സ് തീർച്ചയായിട്ടും ആക്റ്റീവായിരിക്കുന്ന സമയമായിരിക്കും. നിങ്ങൾക്കറിയാലോ, ബോധ മനസ്സിനേക്കാൾ കൂടുതൽ വൈബ്രേഷൻസിനെ സ്വീകരിക്കാനുള്ള പവറുള്ളത് ഉപബോധ മനസ്സിനാണ്. അപ്പോൾ നിങ്ങൾ മെഡിറ്റേറ്റീവ് സ്റ്റേജിൽ ഇരുന്നു കൊണ്ട് അങ്ങനെ ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഉപബോധ മനസ്സ് അത് വളരെ വേഗത്തിൽ സ്വീകരിക്കും. അങ്ങനെ ദിവസവും നിങ്ങൾ കുറച്ച് സമയം, ഞാൻ 21 ദിവസം എന്ന് പറയുമ്പോൾ 21 ദിവസം കൊണ്ട് തീരും എന്നല്ല പറയുന്നത്, പക്ഷേ ഞാൻ ഒരുപാട് പേര് 21 ദിവസം കൊണ്ട് തീർന്നവരെ കണ്ടിട്ടുണ്ട്, ഒരാഴ്ച കൊണ്ട് മാറിയവരെ പോലും കണ്ടിട്ടുണ്ട്. എനിവേ തീരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പം അതുകൊണ്ട് ഒരു സ്ഥലത്ത് എനിക്കിത് ക്ലോസ് ചെയ്ത് പോകണം എന്ന് പറഞ്ഞ് മറ്റൊരു സ്ഥലത്ത് എത്തുമ്പോൾ പല കുട്ടികളും എന്നോട് പറയുന്നുണ്ട്, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ സഹിക്കുക വയ്യാതെ എൻ്റെ വീട്ടിൽ വന്നു, എൻ്റെ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ആങ്ങളെയൊക്കെ അതിനേക്കാൾ മോശമായിട്ട് എന്നോട് പെരുമാറുന്നു. ബിക്കോസ് നമ്മൾ അവിടുത്തെ സിബ് ഇട്ടിട്ട് ഇങ്ങോട്ട് പോകുന്നപ്പോൾ ആ കണക്ക് അവിടെ നിൽക്കുമായിരുന്നു, വന്നിറങ്ങിയപ്പോൾ അവിടെ വന്ന് ആദ്യം പുറത്ത് ചാടിയത് അതായിരിക്കും. അപ്പോൾ സ്നേഹമുള്ള ആളുകൾ എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ പെരുമാറണം എന്ന് പോലും തോന്നിപ്പോവും. അതുകൊണ്ട് അതിന് കാരണം അവരല്ല, കർമ്മക്കണക്കുകളുടെ കയറ് കൊണ്ട് കെട്ടപ്പെട്ടവർ നമ്മളെല്ലാവരും. ആ കയറ് മുറിക്കാറുള്ളതായിരിക്കുന്ന വിദ്യയാണ് ഈ പറയുന്നതായിട്ടുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. കണ്ടു നോക്കണം, അത് പ്രകാരം നിങ്ങൾ ചെയ്തു നോക്കണം. മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് ചെയ്യണം. കാരണം മെഡിറ്റേഷൻ സമയത്ത് നമ്മുടെ മനസ്സ് ശാന്താവും, ഈശ്വരൻ്റെ അടുത്ത് നിന്ന് ശക്തി നിറയ്ക്കുമ്പോൾ മനസ്സ് പൂർണ്ണ ശക്തിശാലിയാവും. പവർഫുൾ ആയിരിക്കുന്ന വൈബ്രേഷൻസ് ആ സമയത്ത് നമുക്ക് സെൻഡ് ചെയ്യാൻ കഴിയും, അഥവാ പവർഫുൾ മെൻ്റൽ മെസ്സേജസ് ആ സമയത്ത് നിങ്ങൾക്ക് അയക്കാൻ കഴിയും. അത് വളരെ വേഗത്തിൽ ആക്റ്റീവ് ആവും. അവർ ഉറങ്ങിയിരിക്കുന്നു, നിങ്ങൾ അതിൻ്റെ ആ ഉപബോധ മനസ്സിൻ്റെ അതേ സ്റ്റേജിലേക്ക് ഉയർത്തിക്കൊണ്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡുകൾ തമ്മിലുള്ളതായിരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ, ആ കമ്മ്യൂണിക്കേഷനിലൂടെ നമുക്ക് ഏതൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഫീലിങ്സിനും ഹീൽ ചെയ്യാൻ പറ്റും. നിങ്ങളടുത്ത് മോശമായി പെരുമാറുന്നവരുടെ അടുത്ത് നമുക്കത് നന്നാക്കാൻ പറ്റും. അഥവാ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിന്ന് തെറ്റുപറ്റിയ പാപഭാരം കൊണ്ട് അവരുമായിട്ടുള്ള റിലേഷൻ നിങ്ങൾക്ക് നന്നായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ലെങ്കിൽ അവരോട് മാപ്പ് ചോദിച്ചുകൊണ്ട് അതിനും നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ സാധിക്കും. ഒരു വളരെ നല്ല മെത്തേഡാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വിവാഹം കഴിഞ്ഞു, അതൊരു ജീവിതം ആരംഭിച്ചു, നിങ്ങൾക്ക് മാറ്റാൻ പറ്റാത്ത ഒരു റിലേഷൻ നിങ്ങളടുത്ത് വന്നിരിക്കുന്നു ഒരു കാർമിക് അക്കൗണ്ടുമായിട്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിനെ ഈ രീതിയിൽ ഹീൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. എല്ലാം മുറിച്ചു മാറ്റം മാത്രമല്ല, സുഖപ്പെടുത്താനും സാധിക്കുമല്ലോ. കഴിയുന്നത്ര സുഖപ്പെടുത്താൻ നോക്കണം. എന്നിട്ട് വേണം നമുക്ക് മുറിച്ചു മാറ്റണോ വേണ്ടേ നിശ്ചയിക്കാൻ. അതുകൊണ്ട് ആ രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രോബ്ലംസ് വരുന്ന സമയത്ത് ഇതൊരിക്കലും ആശ്രയിക്കലല്ല, ഇത് ആശ്രയം കൊടുക്കലാണ്. നമുക്കറിയാലോ, പലപ്പോഴും തോൽക്കുന്നത് ജയിക്കലായിരിക്കും. മറ്റുള്ളവരുമായിട്ടുള്ള ഈഗോ ക്ലാഷ് ഇല്ലാതിരിക്കാൻ വേണ്ടി തോറ്റു കൊടുക്കുന്നത് നമ്മൾ ആ സമയത്ത് ജയിക്കലാണ്. അതേപോലെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ അവരുടെ സംസ്കാര പരിവർത്തനത്തിന് വേണ്ടി അവരും നമ്മളും തമ്മിലുള്ള കാർമിക് അക്കൗണ്ട് ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു വിദ്യയിലൂടെ നമ്മൾ ആശ്രയിക്കല്ല ചെയ്യുന്നത്, മറ്റൊരാൾക്ക് ആശ്രയം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ആ കർമ്മക്കണക്കിൻ്റെ കഥേനെ തീർത്തുകൊണ്ട് ജീവിതത്തെ സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിക്കണം. തീർച്ചയായിട്ടും ആത്മാർത്ഥമായി ശ്രമിക്കുമെങ്കിൽ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. കുടിച്ചു വന്നിട്ട് തൻ്റെ ഭാര്യനെ അരക്കെട്ടിൽ ഇങ്ങനെ പിടിച്ചിട്ട് പന്ത് പോലെ തട്ടി എറിഞ്ഞ് അങ്ങനെ എറിഞ്ഞിരുന്ന ഭർത്താവ് തൻ്റെ ഭാര്യ എന്ന് പറയുമ്പോൾ ഒരു ദേവിയെ പോലെ സ്നേഹിക്കുന്ന ഭർത്താവായി മാറിയത് ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മയുടെയും സഹോദരിമാരുടെയും വാക്ക് കേട്ടിട്ട് അടിച്ച് കേടാക്കിയിട്ട് അത് കഴിഞ്ഞ ശേഷം പശ്ചാത്താപം കൊണ്ട് എന്നും ചികിത്സ കൊടുത്ത് സ്നേഹിച്ചു കൊണ്ട് നടക്കുന്ന ഭർത്താവിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ജീവിതത്തിൽ മാറി മറിയാത്ത ഒരു അക്കൗണ്ട്സും ഇല്ല. നിങ്ങൾ അത്രയും ശ്രമിക്കൂ. എല്ലാ ശ്രമവും കഴിഞ്ഞിട്ട് അത് നേരെ വരുന്നില്ല ചിലർത്ഥം നിങ്ങളും അവർ നമ്മളെ കണക്ക് തീർന്നിട്ടുണ്ടായിരിക്കും. എന്നാൽ നമുക്ക് അങ്ങ് അകന്നു പോകാമെന്ന് വിചാരിക്കാം. അല്ലാതെ ഒരു കൊച്ചു പ്രശ്നം വരുമ്പോഴത്തേക്കും, ഒരു ക്യാരക്ടർ ഡിഫക്റ്റ് കാണുമ്പോഴത്തേക്കും ഇതിവിടെ അവസാനിപ്പിക്കട്ടെ, അഥവാ ഞാൻ അവസാനിപ്പിക്കട്ടെ, ഇത്തരം ചിന്താഗതി പാടില്ല. അത് തെറ്റാണ്. ഈശ്വരൻ തന്ന അമൂല്യമായിരിക്കുന്ന നിധിയാണ് ഈ ജീവിതം. ഇതിനെ അവസാനിപ്പിച്ചാലോ എന്ന് ചിന്തിക്കുന്നത് തന്നെ മഹാപരാധാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളതായിരിക്കുന്ന ചിന്തകളിലേക്ക് പോവരുത്. എന്തിനും നന്നാക്കാൻ നമുക്ക് സാധിക്കും. എല്ലാ ജീവാത്മാവിൻ്റെയും ഒറിജിനൽ ക്വാളിറ്റി വാല്യൂസ് ആണ്. ആ വാല്യൂസിനെ ഡെവലപ്പ് ചെയ്താൽ മാറ്റാൻ പറ്റാത്ത ഒന്നുമില്ല. ഈശ്വരൻ കൂട്ടുണ്ടെങ്കിൽ നടക്കാത്ത ഒരു കാര്യങ്ങളുമില്ല. അതുകൊണ്ട് സ്നേഹത്തിൻ്റെ സമർപ്പണത്തിൻ്റെ മുന്നിൽ അസംഭവ്യമായ കാര്യം പോലും സംഭവ്യമാക്കും. അങ്ങനെ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഈ ഫോർമുല ലൈഫിൽ അപ്ലൈ ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. ഓം ശാന്തി.